എല്ലാ വ്യൂസിനും സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനിയിൽ കണ്ട പോലെ 2024 പൾസർ 150 ട്വിൻ ഡിസ്കും സിംഗിൾ ഡിസ്കും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തുടങ്ങുക വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് 37 mm വീതിയുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ട്വിൻ ഡിസ്ക് ABS ഉള്ള മോഡലിന് വരുന്നത്. നേരെ നമ്മൾ സിംഗിൾ ഡിസ്ക് ഉള്ള മോഡലാകുമ്പോൾ സസ്പെൻഷൻ്റെ പൈപ്പിന് വണ്ണം കുറയും. 31 mm വണ്ണുള്ള ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് മോഡലിനും ഫ്രണ്ട് ഡ്യുവൽ കാലിപ്പറുള്ള ഡിസ്ക് ബ്രേക്കാണ്. അത് കൂടാതെ ABSൻ്റെ പ്ലേറ്റും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റൊരു മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടയറാണ്. ടയറിൻ്റെ സൈസ് വരിക ഡ്യുവൽ ഡിസ്കിന് 90-90-17 ട്യൂബ്ലെസ് ടയേഴ്സ് വരുമ്പോൾ സിംഗിൾ ഡിസ്ക് മോഡലിനും ഇതുപോലെ തന്നെ ABSൻ്റെ പ്ലേറ്റും വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സും വരും. ടയർ സൈസ് വരുമ്പോൾ 90-100-17 ആയിരിക്കും. പൊടിക്ക് വണ്ണുള്ള ടയറായിരിക്കും സിംഗിൾ ഡിസ്കിന് വരിക. പിന്നെ എൻജിൻ ഗാർഡ് രണ്ട് വണ്ടിക്കും വരും, ഡ്യുവൽ ഹോൺ വരും, എൻജിൻ ഡിറ്റോ ആയിരിക്കും. അതുകൂടാതെ സൈലൻസർ ഷീൽഡ്, ക്രാഷ് ഗാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെയിം ടു സെയിം ആയിരിക്കും രണ്ട് മോഡലിനും വരുന്നത്. പിന്നെ മറ്റൊരു മേജർ ഡിഫറൻസ് എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള നോട്ടം കൊണ്ടത് മനസ്സിലാക്കാം. ഇതിപ്പോൾ സിംഗിൾ ഡിസ്ക് മോഡലാണ്. ഇതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇതിൻ്റെ സീറ്റ് സിംഗിൾ ഡിസ്ക് മോഡലിന് സിംഗിൾ സീറ്റ് ആയിരിക്കും. അതിൻ്റെ ബാക്കിലെ ഗ്രാബ് ഹാൻഡിൽ ജോയിൻ്റ് ആയിരിക്കും. അതായത് ബ്ലാക്ക് കളർ സീറ്റിൽ മാറ്റ് ബ്ലാക്ക് സ്റ്റിച്ചിങ് ആയിരിക്കും കൊടുത്തിരിക്കുക. ഗ്രാബ് ഹാൻഡിൽ നോർമൽ പൾസറിൻ്റെ മോഡൽ ജോയിൻ്റ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലായിരിക്കും വരിക. ചെയിൻ കവർ വരുന്നത് മെറ്റലായിരിക്കും. ഫുൾ മെറ്റലായിട്ടുള്ള ഫുൾ ചെയിൻ കവർ സിംഗിൾ ഡിസ്ക് മോഡലിന് വരുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാരി ഗാർഡാണ്. സാരി ഗാർഡിന് ഫുഡ് റെസ്റ്റ് ഉണ്ടാവുന്നതാണ്. 2 ബോൾട്ടിംഗ് ആണ് അതിൽ വരുന്നത്. അതിൻ്റെ പൊസിഷൻസ് കൂടി ഒന്ന് നോക്കി വെച്ചോളൂ. പിന്നെ ബാക്ക് മഡ് ഗാർഡ് സെയിം ആണ്. ടയർ വ്യത്യാസമുണ്ട്. സിംഗിൾ ഡിസ്ക് മോഡലാകുമ്പോൾ 100-90-17 ട്യൂബ്ലെസ് ടയറാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഡ്യുവൽ ഡിസ്ക് അഥവാ ട്വിൻ ഡിസ്ക് ഉള്ള മോഡലിനെ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആ മോഡലിലേക്ക് വരുമ്പോൾ ചെയിൻ കവർ മാറും. ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ കവറായിരിക്കും വരുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഹാഫ് ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ കവറാണ് വരുന്നത്. പിന്നെ സാരി ഗാർഡ് ചേഞ്ച് ആവുന്നുണ്ട്. സാരി ഗാർഡിന് ഗാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫുഡ് റെസ്റ്റ് ഉണ്ടാവില്ല. ഇത് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള വണ്ടിയായതുകൊണ്ട് ഫുഡ് റെസ്റ്റ് എടുത്ത് മാറ്റേക്കാണ്. ടയർ വ്യത്യാസം വരും. ബാക്കിൽ വണ്ണുള്ള ടയർ വരും. 120-80-17 ട്യൂബ്ലെസ് ടയറാണ് ഇതിന് വരുന്നത്, ഇതിന് ട്വിൻ ഡിസ്ക് മോഡലിന് വരുന്നത്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെയിം ടു സെയിം ആണ്. അതുപോലെ ഡിജിറ്റൽ മീറ്റർ, സസ്പെൻഷൻ, ഫ്രണ്ട് ബാക്ക് സസ്പെൻഷൻ, എൻജിൻ സ്പെക്ക് എല്ലാം സെയിം ടു സെയിം ആണ്. ഡ്യുവൽ ഡിസ്ക് മോഡൽ, അതായത് ട്വിൻ ഡിസ്ക് മോഡൽ ABS ഉള്ളതിന് 150 വരുമ്പോൾ സിംഗിൾ ഡിസ്ക് ഉള്ള മോഡൽ ABS ഉള്ളതിന് 144 വരുന്നത്. ആകെ വ്യത്യാസം വരുന്നത് 6000 രൂപയാണ് രണ്ട് വണ്ടിയും തമ്മിൽ. 6000 രൂപ നമ്മൾ ലോണിട്ടൊക്കെ എടുക്കുമ്പോൾ വലിയ പ്രശ്നമാവുന്നൊരു കേസല്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്തായാലും ഡ്യുവൽ ഡിസ്ക് ഉള്ള വണ്ടി തന്നെ എടുക്കാവൂ, സിംഗിൾ ഡിസ്ക് ഉള്ള എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂസ് എല്ലാവരും മറക്കാതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ നമ്മുടെ കുടുംബത്തിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.